ഗൈസ് ആരാകും ഐ ലീഗിൽ നിന്ന് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ISLലേക്ക് വരിക എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു സാധ്യതകളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തതാണ്. എന്നാൽ നിലവിൽ ആ സാധ്യതകളൊക്കെ അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് മുഹമ്മദൻ, ശ്രീനിധി, ഗോകുലം കേരള, റിയൽ കാശ്മീർ എന്നിവർക്കാണ്. അതിൽ ഏറ്റവും മുഹമ്മദിന് ഒരു ഡൗൺഫോൾ ആയിരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. കാരണം നന്നായിട്ട് മുന്നേറി പിന്നെ അവരൊന്ന് ഡൗൺ ആയി. എന്നാൽ ആ സമയത്ത് ഗോകുലം തുടർച്ചയായിട്ട് അതിൻ്റെ 5 മത്സരങ്ങളൊക്കെ വിജയിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അവർ ശക്തമായിട്ട് തിരിച്ചു വരും, ഒരു കേരള ഡെർബിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അതൊക്കെ അസ്തമിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ആകപ്പാട് 2 ടീമുകൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. റിയൽ കാശ്മീരിനും ഗോകുലം കേരള FCക്കും ഇനി ഒരു സാധ്യതയും ഐ ലീഗ് വിൻ ചെയ്യാനില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിലവിലെ പോയിന്റ് ടേബിൾ ഒന്ന് നോക്കുന്നൊരു സമയത്ത് ഇപ്പം 20 മത്സരങ്ങളിൽ നിന്ന് റിയൽ കാശ്മീർ 36 പോയിന്റുകളാണ് നേടിയിട്ടുള്ളത്. അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ 3-ാം സ്ഥാനത്താണെങ്കിലും ആദ്യ സ്ഥാനത്തേക്ക് ഇനി എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം മാക്സിമം അവർ 4 മത്സരങ്ങൾ വിജയിച്ചാൽ പോലും അവർക്ക് 48 പോയിന്റേ ഉള്ളൂ. നിലവിൽ മുഹമ്മദിന് 47 പോയിന്റാണുള്ളത്. അപ്പം എന്താണെങ്കിലും അവർ ബാക്കി 4 മത്സരങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് 2 പോയിന്റെങ്കിലും ഒക്കെ നേടിവെക്കുമല്ലോ. അപ്പം വേണമെങ്കിൽ പറയാം 0.001% ഒക്കെ ചാൻസ്. എന്നാൽ ഗോകുലത്തെ സംബന്ധിച്ചിടത്തോളം 21 മത്സരങ്ങളിൽ നിന്നാണ് 36 പോയിന്റ്. അതായത് അവർ മാക്സിമം എത്ര പിടിച്ചാൽ പോലും ഒരു 45 പോയിന്റേ കിട്ടത്തുള്ളൂ. അപ്പം ടൈറ്റിൽ വിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി മാറിയത്. അതായത് റിയൽ കാശ്മീരും ഗോകുലവും ഈ ഒരു ടൈറ്റിൽ റേസിൽ ഔട്ടാകാൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറിയത് അവരുടെ കഴിഞ്ഞ 5 മത്സരങ്ങളിലെ പ്രകടനങ്ങളാണ്. റിയൽ കാശ്മീർ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റാണ് നേടിയെങ്കിൽ ഗോകുലം കേരള കഴിഞ്ഞ 5 മത്സരങ്ങളിൽ വെറും 4 പോയിന്റാണ് നേടിയത്. അങ്ങനെ ഒരു മോശം രീതിയിലാണ് അവരായി മാറിയത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് മുന്നത്തെ 5 മത്സരങ്ങൾ നടത്തിയ പ്രകടനം ഇവിടെ നടത്തിയിരുന്നെങ്കിൽ അവർ ടൈറ്റിൽ റേസിൽ ചിലപ്പോൾ 1-ാം സ്ഥാനത്ത് വരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗോകുലം ഉണ്ടായേനെ. ഏതായാലും നിലവിൽ ഇപ്പോൾ ടൈറ്റിൽ റേസിലുള്ളത് ഈ പറഞ്ഞതുപോലെ 2 ടീമുകളാണ്. മുഹമ്മദൻ തന്നെയാണ് ഏറ്റവും മുമ്പിലുള്ളത്. അവർക്ക് നല്ല പോയിന്റ് ഉണ്ട്. കാരണം 20 മത്സരങ്ങളിൽ നിന്ന് അവർക്കുള്ളത് 47 പോയിന്റാണ്. 2-ാം സ്ഥാനത്തുള്ള ശ്രീനിധിക്കാണ് മറ്റൊരു ചാൻസ് ഉള്ളത്. 19 മത്സരങ്ങളിൽ നിന്ന് 39 പോയിന്റാണുള്ളത്. അവർ തമ്മിലൊരു 8 പോയിന്റിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടി ശ്രീനിധി ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നിലവിൽ 2 ടീമുകളുടെയും പ്രകടനങ്ങളും എടുത്തു പറയണം. കാരണം കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് മുഹമ്മദൻ 13 പോയിന്റ് നേടി നല്ല പെർഫോമൻസ് നടത്തുന്നു. അതുപോലെ ശ്രീനിധി കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമാണ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. നന്നായിട്ട് തന്നെയാണ് മുന്നേറുന്നത്. സോ ഇനി വരാൻ പോകുന്ന ഇവരുടെ മത്സരങ്ങളിൽ ആരൊക്കെയാണ്, അപ്പം അതും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ മുഹമ്മദിന് തന്നെയാണ് ചാൻസസ് ഉള്ളത്. പക്ഷേ വരുന്ന മത്സരങ്ങൾ ഒപ്പോണൻസ് 2 ടീമുകളുടെയും ആരൊക്കെ നോക്കിയിട്ട് വേണം എത്ര പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ. ഇപ്പം മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം 4 മത്സരങ്ങളാണുള്ളത്. അതിൽ 4ാമത്തെ ടീം ഏതാണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടില്ല. കാരണം 3 മത്സരങ്ങൾ ഫിക്ചേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ റിയൽ കാശ്മീരുമായിട്ടാണ് മത്സരം. അതൊരു എവേ മത്സരമാണ്, ഭയങ്കര ടഫായിരിക്കും. പിന്നെ അവർ 3-ാം സ്ഥാനത്തുള്ള ടീം കൂടിയാണ്. അവർ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 9 പോയിന്റ് നേടിയിട്ടുള്ള ടീമാണ്. അതുപോലെ ഇന്റർകാഷിയാണ് മറ്റൊരു ഒപ്പോണൻസ്. അവരുമായിട്ട് ഹോം മത്സരമാണ്. ഇന്റർകാഷിയാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് മുഹമ്മദൻ കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്നത്. അവർ ഈ പറഞ്ഞ ലാസ്റ്റ് 5 മാച്ചസിൽ നിന്ന് 13 പോയിന്റ് നേടിയിട്ടുള്ള ടീമാണ്. അതൊരു ഹോം മാച്ചാണ്. അതുപോലെ ഷില്ലോങ്ങിനെതിരെയാണ് മറ്റൊരു മത്സരം. അതൊരു എവേ മത്സരമാണ്. ഷില്ലോങ് അത്ര കുഴപ്പമില്ല. 6 പോയിന്റ്സ് 5 മത്സരം നേടി. പക്ഷേ പിന്നെ അതുപോലെ ഒരു ഷില്ലോങ്ങിൽ പോയി കളിക്കുകയും വേണമെന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അവരുടെ നല്ലൊരു ഹോം ക്രൗഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇനി ശ്രീനിധിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ 5 മത്സരങ്ങളാണ് അവർക്ക് അവശേഷിക്കുന്നത്. 4 മത്സരങ്ങളുടെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ചർച്ചിലുമായിട്ടൊരു ഹോം മാച്ചാണ്. ചർച്ചിൽ കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ടീമാണ്. അവർ കഴിഞ്ഞ 5 മത്സരം 9 പോയിന്റാണ്. അതുപോലെ രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ടൊരു ഹോം മാച്ചാണുള്ളത്. അവരും പറഞ്ഞ പോലെ ഒരു മിഡ് ടേബിളിലൊക്കെ നിൽക്കുന്ന ഒരു ടീമാണ്. പിന്നെ നെറോക്കയാണുള്ളത്. നെറോക്ക കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് പോലും എടുത്തിട്ടില്ല. ആ ഒരു മത്സരം സുഖമായിട്ട് ജയിക്കേണ്ടതാണ് ശ്രീനിധി. പക്ഷേ അതൊരു എവേ മാച്ചാണ്. പിന്നുള്ളത് ഇന്റർകാഷിയാണ്. അവർക്കെതിരെ ഒരു എവേ കളിക്കണം. ഇന്റർകാഷി ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 13 പോയിന്റ് എടുത്ത് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80% ചാൻസസ് മുഹമ്മദനാണ് വിജയിച്ച് ISLലേക്ക് വരാൻ. ഒരു 20% ചാൻസേ ശ്രീനിധിക്ക് കാണുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മുഹമ്മദൻ വരുന്ന 4 മത്സരങ്ങളിൽ ഏതെങ്കിലും 2 മത്സരമെങ്കിലും തോൽക്കണം. അതിനോടൊപ്പം തന്നെ ഈ 5 മത്സരങ്ങളും ശ്രീനിധി വിജയിക്കണമെങ്കിൽ മാത്രമേ ശ്രീനിധിക്കൊരു ചാൻസസ് ഉള്ളൂ എന്നുള്ളതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷേ സംഭവിക്കാവുന്നതാണ് എന്നുള്ളതാണ്. കാരണം മുഹമ്മദിന് ഇപ്പം ഇന്റർകാഷിയെയും അതുപോലെ റിയൽ കാശ്മീരിനെയൊക്കെ നേരിടണം. പ്രത്യേകിച്ച് റിയൽ കാശ്മീരിനെ അവരുടെ ഹോമിലൊക്കെ പോയി നേരിടണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേണം റിസൾട്ട് മാറി മറിയാവുന്നതാണ്. സോ മറ്റൊരു കൊൽക്കത്ത ഡെർബി കൂടി അങ്ങനെയെങ്കിൽ നമുക്ക് ISLൽ അടുത്ത സീസണിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ?